എടാ അവിടെ ആര് റോഡിൽ വിഴുന്നു കിടക്കുന്നത് എന്താന്ന് നോക്കടാ. എടാ നിങ്ങൾ പോയി നോക്ക്. എടാ വണ്ടി കാണാതെ മറച്ചു വെക്കടാ. MLA വരാൻ ഇനിയും സമയമുണ്ട്. അതിനിടയ്ക്ക് അവളെ എന്താന്ന് ഞാനൊന്ന് നോക്കിയിട്ട് വരട്ടെ. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. പുലി എങ്ങനെയുണ്ട്? ഐ എം ഫൈൻ സർ. നിങ്ങൾക്ക് സുഖമല്ലേ? പ്രശ്നമുള്ളത് കൊണ്ടാണ് ഞാൻ നിന്നെ വിളിച്ചത്. നീ എനിക്കൊരു ചെറിയ സഹായം ചെയ്യണം. ബട്ട് അതാണ് ഒഫീഷ്യലാണ്. നിനക്ക് നന്ദിയോനെ അറിയില്ലേ? അറിയാം സർ. അവിടെ സസ്പീഷ്യസ് ആയിട്ട് പല ആക്ടിവിറ്റീസും നടക്കുന്നുണ്ട്. എല്ലാവരും പറയുന്നത് അത് സാധാരണയായിട്ട് നടക്കുന്നതാണെന്ന്. പക്ഷെ ആരും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ വലുതായിട്ട് തോന്നുന്നുണ്ട്. എസ്പെഷ്യലി ആരാണോ സ്ത്രീകളോട് അന്യായം കാണിക്കുന്നത് അവരാണ് ചാകുന്നത്. അതും വിതൗട്ട് എനി ക്ലൂ.
ലാസ്റ്റ് രണ്ടും ഒരു റേപ്പ് കേസുമായി ബന്ധപ്പെട്ടതാ. ഭാർഗോ, ഈ പെണ്ണിന്റെ പേര് ശ്രാവണി എന്ന. ഈ പെണ്ണ് ചാകുന്നതിന് മുമ്പ് അവര് രണ്ടുപേരും ഇവള് ഫോളോ ചെയ്തിട്ടുണ്ട്. ഇതിനേക്കാളും ക്രൂരമായത് ഒരുപാടുണ്ട്. അത് നന്ദിവരത്തെ ക്രൈം റേറ്റ് അധികമാക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ഫോട്ടോസും ഇതാ. ഇവന്റെ പേര് ഹർഷ എന്നാണ്. എല്ലാത്തിനേക്കാളും ഭയങ്കരമായ ഒന്നുണ്ട്. അത് നന്ദിവനത്തുള്ള സ്ത്രീകളെ തെറ്റായി നോക്കുന്ന ഒരു ക്രൈമാണ്. ഇപ്പൊ അവിടെ സ്ത്രീകൾക്ക് ഭയങ്കര ക്രൂരമായ അവസ്ഥയാ. അതാരോടും പറയാനും പറ്റുന്നില്ല. ഇങ്ങതാ. ഈ പെണ്ണിന്റെ പേര് അമൃത എന്നാ. നന്ദിവനത്തെ സ്ത്രീകൾക്ക് പ്രശ്നവും ക്രൂരതയും ഒന്നിച്ചാണ്. ജനങ്ങൾ അത് അറിയുന്നതിന് മുൻപ് നമ്മളത് ഇല്ലാതാക്കണം. ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നു എന്നറിഞ്ഞാൽ ഈ രാജ്യം തന്നെ നന്ദിവനത്തിലേക്ക് തിരിഞ്ഞു നോക്കൂ. ആൻഡ് വൺ മോർ തിങ്, ഗവൺമെന്റ് നന്ദിവനത്തെ ഡിസ്ട്രിക്റ്റായി അനൗൺസ് ചെയ്തു എന്നുള്ള ഇൻഫർമേഷൻ ഞങ്ങളുടെ കയ്യിലുണ്ട്. അതിനകം ഇത് മുഴുവനും ക്ലോസ് ചെയ്തേക്കണം. തേനീച്ച കൂട് കെട്ടുന്നത് പോലെ നന്ദിവനത്തിൽ പ്രശ്നം കൂടിക്കൊണ്ടിരിക്കുക. അത് വെറും തേനീച്ചയാണോ അല്ല സമൂഹമാണോ എന്ന് കണ്ടുപിടിച്ച് മുഴുവനായിട്ട് ഇല്ലാതാക്കണം. I want the bloody crime next to be destroyed. Okay, sir. ഇപ്പൊ തന്നെ പുറപ്പെടുക. Yes, sir. Best of luck. Thank you, sir. എല്ലാം ഇരുട്ടിലാ ചെയ്യുന്നത്. ആരും അറിയാതെ ഇരുട്ടിൽ വെച്ച് എന്നെ തീർത്തേക്ക്. Sure, sir. ഹലോ. ഓ, താങ്ക് യു സോ മച്ച്. അമ്മേ, അച്ഛൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി സിറ്റിയിലേക്ക് പോകണം. അതും നാളെ തന്നെ പോകണം. എടാ, ഹാപ്പി ബർത്ത്ഡേ ടു യുടാ. രണ്ടുപേർക്കും അല്ലേ അമ്മേ? അവന് വേണ്ടിയാണോ? അതെ അമ്മേ, ഇത് ഞങ്ങളുടെ ബർത്ത്ഡേ അല്ലേ. അവനെ നന്നായിട്ട് റെഡിയാക്കി നല്ലൊരു ഫോട്ടോ എടുത്തോണ്ട് വരാം. ഡോക്ടറിന്റെ അടുത്ത് സാഗറിനെ കുറിച്ച് നന്നായിട്ട് അന്വേഷിച്ചാ വരുന്നേ. ഇനി എത്ര നാളാ അമ്മ ഇങ്ങനെ? ഒരിക്കൽ പറഞ്ഞ മനസ്സിലാക്കേണ്ട കഴിവ് വേണം. പുണ്യം വേണമെങ്കിൽ ദൈവത്തിന്റെ അടുത്ത് പോകണം, അല്ലാതെ രാക്ഷസന്റെ അടുത്തല്ല പോകേണ്ടത്. ഞങ്ങള് ഒരുമിച്ചല്ലേ ജനിച്ചേ? ഇത് കലിയുഗമാണ് മോനെ.